നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഴിമതി തുലയട്ടെ, എല്ലാവരും ഒന്നിച്ചു നിന്ന് പോരാടുക. ഇങ്ങനെ ഒരു കുറിപ്പിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. ഫേസ്ബുക്കിൽ ഇപ്പോൾ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്ക് കാരണമാകുന്നത് ഈ ഒരു ആത്മഹത്യാ കുറിപ്പാണ്. ആ ആത്മഹത്യാ കുറിപ്പിൽ ആ ചെറുപ്പക്കാരൻ വിരൽ ചൂണ്ടുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ അത്യാർത്തിക്കാരായ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ്. ഫേസ്ബുക്കിലാണ് അയാൾ തൻ്റെ അവസാന ആത്മഹത്യാ കുറിപ്പ് പങ്കുവച്ചത്. ഇതിന് താഴെ ഒരുപാട് പേരാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരിലെ ആർത്തിക്കാരായ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർക്ക് നേരെ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തുടർച്ചയായ പീഡനത്തിലും അഴിമതിയിലും മനംനൊന്ത് മലപ്പുറത്ത് ഓട്ടോ ഡ്രൈവറാണ് ആത്മഹത്യ ചെയ്തത്. കിഴിശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശിയായ ഷൗക്കത്താണ് സ്വന്തം ജീവിതമാർഗം തടസ്സപ്പെട്ടതോടെ ജീവനൊടുക്കിയത്. മരണത്തിന് തൊട്ടു മുൻപ് മോട്ടോർ വാഹന വകുപ്പിലെ കൈക്കൂലി രാജിനെയും അഴിമതി സിസ്റ്റത്തെയും അയാൾ തുറന്നു കാട്ടുന്ന ദീർഘമായ ഒരു കുറിപ്പാണ് പങ്കുവച്ചിരിക്കുന്നത്. തന്റെ വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിന് കാരണം MVD ഉദ്യോഗസ്ഥരുടെ പ്രതികാര നടപടിയാണ് എന്ന് ഷൗക്കത്ത് കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏജന്റുമാർ വഴി പോകാതെ തനിയെ നേരിട്ട് ഫിറ്റ്നസിനായി ഓഫീസിലെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ നിരന്തരം തടസ്സങ്ങൾ ഉന്നയിച്ച് അപേക്ഷ തള്ളിയെന്ന് അയാൾ പറയുന്നു. കൈക്കൂലി നൽകാൻ തയ്യാറാകാത്തത് കൊണ്ട് മാത്രം തനിക്ക് ജീവനോപാധിയായ ഓട്ടോ ഓടിക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടായി എന്ന് കണ്ണീരോടെ അയാൾ ആ കുറിപ്പിൽ പറയുന്നു. ഒരു മനുഷ്യന്റെ ജീവിത മാർഗം, അതിൽ കൈയിട്ട് നക്കാൻ നോക്കിയ ഈ ഉദ്യോഗസ്ഥരെ എന്താണ് ചെയ്യേണ്ടത്? ഈ വിഷയം വലിയ വിവാദമായതോടെ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നു. ഇവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട MVD ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും ഏജന്റ് രാജ് പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് മോട്ടോർ തൊഴിലാളി സംഘടനകളും പ്രദേശവാസികളും രംഗത്തെത്തിയിരിക്കുകയാണ്. ആ കുറിപ്പിന് താഴെ ഒരുപാട് പേരാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് കമന്റുകൾ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഷൗക്കത്തിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പൊന്ന് നോക്കാം. എൻ്റെ മരണത്തിന്റെ ഏക ഉത്തരവാദി കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് മാത്രമാണ്. കൈക്കൂലി കൊടുത്തില്ല എന്ന ഏക കാരണം കൊണ്ട് അവർ എൻ്റെ ജീവിത മാർഗം തന്നെ തകർത്തു. കഴിഞ്ഞ 10 മാസമാണ് ഞാൻ ഏജന്റ് MVD ഓഫീസുകൾ കയറി ഇറങ്ങിയത്. ഇനി എൻ്റെ മുൻപിൽ മറ്റു മാർഗങ്ങളില്ല. എൻ്റെ EMI മുഴുവൻ മുടങ്ങിക്കഴിഞ്ഞു. ക്രെഡിറ്റ് സ്കോർ 820-ൽ നിന്ന് 600-ലേക്ക് താഴ്ന്നു. അതേക്കുറിച്ചെല്ലാം നേരത്തെ പറഞ്ഞല്ലോ. അടുത്ത ഇര നിങ്ങളാവരുതെന്നാണെങ്കിൽ മരണത്തിന് ശേഷമെങ്കിലും എനിക്ക് നീതി വാങ്ങി തരിക എന്നതാണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുന്നത്. എനിക്ക് മാതാപിതാക്കളോ സഹോദരങ്ങളോ ഭാര്യയോ കുട്ടിയോ ഒന്നുമില്ല. അതിനാൽ മരണത്തിന് ശേഷം ഇന്ത്യൻ നിയമം അനുസരിച്ച് എൻ്റെ കേസ് നടത്താൻ സ്റ്റേറ്റ് മാത്രമാണുള്ളത്. അതേ സ്റ്റേറ്റ് കാരണം മരണം വരിക്കേണ്ടി വന്ന എനിക്ക് ഈ സംവിധാനത്തിൽ നിന്നും നീതി കിട്ടാൻ സ്റ്റേറ്റിൻ്റെ ഭാഗമായ നിങ്ങൾ ഓരോരുത്തരും ശബ്ദമുയർത്തുക എന്നത് മാത്രമാണ് പോംവഴി. ഒരുപക്ഷെ സർക്കാരിലെ ഉന്നതരെയോ കോടതിയെയോ സമീപിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ആവശ്യമുള്ള രേഖകൾ സംഘടിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതൊരിക്കലും സിസ്റ്റത്തെ തിരുത്താനുള്ള കാരണമായി മാറില്ല. ഏതെങ്കിലും രേഖയ്ക്ക് വേണ്ടി എല്ലാവരും കോടതി കയറി ഇറങ്ങുക എന്നത് അത്ര എളുപ്പമുള്ള പരിഹാരമല്ലല്ലോ. അതിനാൽ തന്നെ സിസ്റ്റത്തോടുള്ള പ്രതിഷേധം കൂടിയാണ് എൻ്റെ ആത്മഹൂതി. മികച്ച ഭരണഘടനയും ജനാധിപത്യവും പ്രവർത്തനക്ഷമമായ സിസ്റ്റവുമുള്ള നമ്മുടെ രാജ്യത്ത് കടുത്ത അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ജനം കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നത് തന്നെയാണ്. അതിനാൽ ഞാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് അഴിമതിക്കെതിരെ പോരാടാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എൻ്റെ വിഷയത്തിൽ എപ്പോഴത്തെയും പോലെ ഒരു അന്വേഷണ പ്രഹസനമാണ് നടക്കുന്നത് എങ്കിൽ ഒരു അഴിമതിക്കാരായ MVD ഉദ്യോഗസ്ഥർ തീർച്ചയായും രക്ഷപ്പെടും. കാരണം അവർ ഉന്നയിക്കുന്ന വാദം എൻ്റെ വണ്ടി അൺഫിറ്റ് ആണ് എന്നതായിരിക്കും. ഞാൻ ചെയ്ത സ്റ്റീൽ വർക്ക് നിയമവിരുദ്ധം അല്ലെന്ന് കഴിഞ്ഞ 2 തവണയും സർട്ടിഫൈ ചെയ്തതും പ്രസ്തുത MVD തന്നെയാണ്. ഇനി അങ്ങനെ അല്ലെന്നും എൻ്റെ വണ്ടിയടക്കം മറ്റുള്ള വണ്ടികൾക്കും ഫിറ്റ്നസ് അനുവദിക്കുന്ന സമയത്ത് സ്റ്റീൽ വർക്ക് ഇല്ല എന്നുമുള്ള വാദങ്ങളും MVD ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം പൊളിക്കാൻ നല്ല രീതിയിൽ അന്വേഷണം നടന്നാൽ മാത്രമേ സാധിക്കൂ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും ഹൈക്കോടതിയും വിഷയത്തിൽ ഇടപെടണമെന്ന് അവസാന ആഗ്രഹമെന്ന നിലയിൽ പറയുന്നു. ഏജന്റ് സംവിധാനമാണ് MVD അഴിമതിയുടെ പ്രധാന കാരണം. ഇത് അവസാനിച്ചാൽ 80% അഴിമതിയും വകുപ്പിൽ അവസാനിക്കും. അതിന് എൻ്റെ ജീവൻ നൽകാൻ ഞാൻ തയ്യാറാണ്. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങളെ പ്രധാനമായും സഹായിക്കാൻ കഴിയുക വിവരാവകാശ നിയമത്തിനായിരിക്കും. കൃത്യമായ രീതിയിൽ ചോദ്യം ചോദിച്ചാൽ സ്വന്തം കാര്യവും നടക്കും, അഴിമതിയും ഇല്ലാതാകും. അതിനായി ഒരു പുസ്തകം കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. പ്രശാന്ത് IAS എഴുതിയ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് അതാണ്. അത് വായിച്ചാൽ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും വിവരാവകാശ നിയമത്തിലൂടെ നിങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെ നേടിയെടുക്കാമെന്നും പഠിക്കാം.
അഴിമതി തുലയട്ടെ. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അയാൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണെങ്കിൽ എന്താണ് ആ മനുഷ്യന് ചെയ്യാൻ കഴിയുക? പക്ഷേ പോരാടാമായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ഒരു തെറ്റ് പറ്റിയിരിക്കുന്നു. കാരണം നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളോടാണ് ആവശ്യപ്പെടുന്നത്, എൻ്റെ മരണത്തിന് ശേഷം എനിക്ക് നീതി വാങ്ങിത്തരാൻ നിങ്ങൾ പോരാടണമെന്ന്. അങ്ങനെ പോരാടുന്ന മനുഷ്യരൊന്നുമല്ല ഇവിടെയെന്ന് ഈ ഇടക്കാലത്തായിട്ട് കേരളം കാണിച്ചു തരുന്നുണ്ട്. കാരണം പ്രതികരിക്കേണ്ട ഇടങ്ങളിലൊന്നും മലയാളി പ്രതികരിക്കുന്നില്ല. പക്ഷേ പ്രതികരിക്കേണ്ടാത്ത ഇടങ്ങളിലൊക്കെ അവർ വലിയ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളികൾ ഇങ്ങനെയൊക്കെ പോകുകയാണ്. കാരണം അവർ ചിന്തിക്കുന്നത് മരിച്ചത് ഞങ്ങളല്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളല്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിന് ശബ്ദിക്കണം? ഈ ഒരു ചോദ്യമാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം എന്ന് കരുതുന്ന മനുഷ്യർ. പക്ഷേ നീതി നിഷേധിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരിവിടെയുണ്ട്. നിസ്സഹായരായവർ, എന്ത് ചെയ്യണമെന്നറിയാത്ത കുറേ മനുഷ്യർ. പക്ഷേ അവർ പോരാടുന്നുണ്ട്. കാരണം ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് അവരെ പോരാട്ടത്തിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ, അവർ കാണിക്കുന്ന അഴിമതികൾ. പക്ഷേ സർക്കാർ പറയുന്നത് എന്താണ്? നിരുത്തരവാദിത്തപരമായ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ സർക്കാർ പറയുന്നത്. ഉദ്യോഗസ്ഥർ അഴിമതി കാണിക്കുമ്പോൾ എങ്ങനെ അവരെ തിരുത്താൻ ഞങ്ങൾക്ക് കഴിയും? തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഒരു പൊളിച്ചെഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് സർക്കാരിൽ നിന്ന് വരുന്ന ഉത്തരങ്ങൾ. എന്ത് പൊളിച്ചെഴുത്താണ് നിങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്? പിൻവാതിൽ നിയമനങ്ങളാണ്. അതായത് ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം തിരികെ അവിടെ കയറിയിരിക്കുകയാണ്. ഇവർക്കെല്ലാം ആവശ്യം ശമ്പളത്തിനല്ല, അതിനപ്പുറത്തേക്ക് കൈക്കൂലിക്കാണ്. നല്ല ഉദ്യോഗസ്ഥരുണ്ട്, ഇല്ല എന്നല്ല. അവർക്കൊക്കെ നല്ലൊരു സല്യൂട്ട് കൊടുക്കുന്നു. കാരണം ഈ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കിടയിൽ നിങ്ങൾ നല്ല സത്യസന്ധമായി പണിയെടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു ആത്മഹത്യ നടന്നിരിക്കുന്നു. അയാൾ ഈ സിസ്റ്റത്തെയാണ് പഴിക്കുന്നത്. ഈ സിസ്റ്റം പൊളിച്ചെഴുതണമെന്നാണ് അയാൾ പറയുന്നത്. ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്ന എത്ര ഉദ്യോഗസ്ഥരുണ്ട്? ഇങ്ങനെ കൈക്കൂലി വാങ്ങി തിന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ദഹിക്കുന്നു? ഈ കൈക്കൂലി വാങ്ങുന്ന പണം കൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്, അവരെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കാറ് വാങ്ങുന്നത്, വീട് വയ്ക്കുന്നത്? ഒരാളുടെ കണ്ണീരിൻ്റെ ഫലം കൊണ്ടാണ് നിങ്ങൾ അതൊക്കെ ചെയ്യുന്നത്. അതിനൊന്നും ഒരു നിലനിൽപ്പുണ്ടാകില്ല, അത് ഓർക്കുക. ഇങ്ങനെ പാവപ്പെട്ടവൻ്റെ കീശയിലും കൈയിട്ട് വാരി തിന്നുന്നതിനേക്കാൾ നല്ലത് തനിക്കൊക്കെ വേറെ പണിക്ക് പോയിക്കൂടെ? അല്ല, പണിക്ക് പോകാൻ വയ്യാത്തത് കൊണ്ടാണല്ലോ ഈ പറയുന്ന കൈയിട്ട് വാരാൻ നടക്കുന്നത്. പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ജനങ്ങൾ പ്രതികരിക്കേണ്ട ഇടത്ത് പ്രതികരിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ കാലാകാലങ്ങൾ ഇതുപോലെ ഇങ്ങനെ കിടന്ന് നരകിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.